NK പ്രേമേന്ദ്രൻ MP സംസാരിക്കുന്നു. ഭീകരമായി പ്രാകൃതമായ നിലയിൽ കൊലപ്പെടുത്തിയ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പാക് അധിനിവേശ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം രാവിലെ നടത്തിയ സംഭവവികാസങ്ങൾ. നമുക്കറിയാം, ഭീകരപ്രവർത്തനത്തിനെതിരായിട്ടുള്ള നിരന്തരമായ യുദ്ധത്തിലാണ് നമ്മുടെ രാജ്യം ഏർപ്പെട്ടിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയിട്ടുള്ള ഈ പ്രത്യാക്രമണം, ഈ മിഷൻ ഏറ്റവും സവിശേഷമായിട്ടുള്ള ശ്രദ്ധയാകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഏതാണ്ട് 9ഓളം കേന്ദ്രങ്ങൾ, പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ 9ഓളം തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ നല്ല രൂപത്തിൽ ആക്രമിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ സൈന്യത്തിന്റെ തന്നെ വക്താക്കൾ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭീകരപ്രവർത്തനത്തിനെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടം, അതിൽ പ്രത്യേകിച്ചും ക്രോസ് ബോർഡർ ടെററിസം അഥവാ അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരപ്രവർത്തനം, ഇതായിരുന്നു പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി എത്രയോ ദശാബ്ദങ്ങളായി നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഐക്യത്തെ പോലും ദുർബലപ്പെടുത്താൻ പര്യാപ്തമായ നിലയിൽ നടത്തിയ ഭീകരാക്രമണങ്ങൾ, അതിനെ പ്രതിരോധിക്കുകയും പ്രത്യാക്രമണത്തിലൂടെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു. ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നടപടിയെ രാജ്യം ഒന്നാകെ തന്നെ ഉൾക്കൊള്ളുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുക. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഗവൺമെന്റ് തന്നെ, സൈനിക വക്താക്കൾ തന്നെ ഇതിനകം തന്നെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധമല്ല, മറിച്ച് പാകിസ്ഥാനിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ, ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള കനത്ത നിലപാടാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്, ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഹൽഗാമ ഭീകരാക്രമണത്തിന്, നീചമായ കടന്നാക്രമണത്തിനുള്ള കനത്ത തിരിച്ചടിയാണ് ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്കെതിരായി. അതിൽ ലഷ്കർ എ തോബിയ ഉൾപ്പെടെ, ഹിസ്ബുൾ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള വിവിധ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾക്കെതിരായിട്ടാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിട്ടുള്ളത്, മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിന്റെ പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സന്നദ്ധമാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യത്തിനും പരമാധികാരത്തിനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഭീകര സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ, പ്രതിരോധിക്കാൻ അനിവാര്യമായി വന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ, ഈ പ്രോആക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടും രാജ്യം പൊതുവെ സ്വാഗതം ചെയ്യുന്നു. ഒരു യുദ്ധത്തിലേക്ക് രാജ്യം പോകണമെന്നുള്ളതല്ല നാം ആഗ്രഹിക്കുന്നത്, മറിച്ച് തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം. മാത്രവുമല്ല, വിവിധ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇതിനകം തന്നെ ഏറെക്കുറെ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള സംഗതിയാണ്. ആ നിലയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ തയ്യാറെടുക്കുന്നതോടൊപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഈ പ്രവർത്തനം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സങ്കുചിതമായ എല്ലാ താൽപര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി രാജ്യം ഇതിന്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രതീക്ഷിക്കുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ളതാണ് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പല ആക്രമണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഇപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പിന്തുണയും വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമോ? അല്ല, ഒരു യുദ്ധം ഉണ്ടാകണമെന്ന് തീർച്ചയായും, ഒരു യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് നല്ലതുപോലെ അറിയാം. പക്ഷേ പഹൽഗാമിലുണ്ടായ സംഭവം, സമാന രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ തുടർച്ചയായി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിർത്തി കടന്ന് ഭീകരവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ അതിർത്തി കടന്ന് രാജ്യത്തിനകത്ത് വന്ന് നമ്മുടെ രാജ്യത്ത് നിരപരാധികളായിട്ടുള്ള 26 പേരെ
അവർ സന്ദർശനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ടൂറിസത്തിന്റെ ഭാഗമായി പഹൽഗാം സന്ദർശിച്ചവരെ പ്രാകൃതമായ നിലയിൽ കൊലപ്പെടുത്തുക, പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുന്ന പോലെ കൊലപ്പെടുത്തുക, അതിന് ശക്തമായ തിരിച്ചടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കും.